അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അനുവിനോടുള്ള ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചതും അല്ലാതെ നമ്മുടെ ലൈവ് കാണിച്ചതിനകത്തും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നമ്മുടെ ഓരോരുത്തരും അവരവരെ പറ്റി ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നുണ്ട്. അവരുടെ ഗ്ലാസ്സിൽ അവരുടെ രൂപം കണ്ട് ആ ഒരു ഫേസ് കണ്ട് അതിനകത്ത് നോക്കി അവരെ പറ്റി ഉള്ള നമ്മുടെ സ്വയം അങ്ങോട്ട് തന്നെ ഇപ്പം ഞാൻ എന്നെ തന്നെ ഒരു അഭിപ്രായം പറയില്ല, അങ്ങനെ ഒന്ന് പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും വന്ന് അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നൂറ് വന്നിച്ച് പറയുന്നുണ്ട്. നൂറ് വന്നിച്ച് പറയുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാവേ. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന വലിയൊരു അവസരം. ഇവിടെ വരെ എത്തിക്കെങ്കിൽ നിങ്ങൾക്ക് ഇനി ടോപ്പ് 5 എത്താൻ പറ്റും, ടൈറ്റിൽ വിന്നറും ആവാൻ പറ്റും. അതെനിക്ക് ഉറപ്പുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുക, വിട്ടുകൊടുക്കുക. ഇത് നിങ്ങൾക്കുള്ളത്. ഇപ്പൊ നീ ഭയങ്കര സ്ട്രോങ് ആണ്. എന്താ എനിക്ക് ഹഗ് ചെയ്യാൻ പറ്റും, അത്രത്തോളം ഭയങ്കര സ്ട്രോങ്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ് നൂറ, ഓൾ ദ ബെസ്റ്റ്. ഇതിനകത്ത് നൂറയ്ക്ക് നല്ല വിശ്വാസമുണ്ട്. നൂറ ഫൈനലിൽ എത്തുമെന്നും നൂറയ്ക്ക് കപ്പ് കിട്ടുമെന്നും എന്ന് നല്ല വിശ്വാസത്തോടെ നൂറ ഇതിനകത്ത് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു പക്ഷേ സംഭവിക്കുമായിരുന്നായിരിക്കും എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നതിന് മുന്നേ വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ ചിലപ്പം നൂറ കപ്പടിക്കും. ഇവർ 3 പേരുള്ള ഒരു ബോണ്ടും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മിക്കവാറും നൂറ കപ്പടിക്കും. അതിൽ പോകുന്ന എനിക്ക് ഏകദേശം ഒരു ഊഹം ഉണ്ടായിരുന്നു. നൂറ കപ്പടിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ആ ഒരു ഗെയിമിലെല്ലാം നല്ലപോലെ കളിച്ചൊക്കെ വന്നതാണ്. പക്ഷേ ആ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങൾ വെച്ച് ഇവരവിടെ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി. ആ ഒരൊറ്റ കാര്യത്തിലാണ് എനിക്കൊന്ന് ഇവർ റോട്ട് മറിഞ്ഞു പോയെന്ന് തോന്നുന്നു. ആ ഒരൊറ്റ കാര്യത്തിലാണ് ഇവർ റോട്ട് മറിഞ്ഞു പോയത്. ഇല്ലെങ്കിൽ ഇവർക്ക് ഇച്ചിരിയെങ്കിലും ഒരു പിന്തുണ ഇവർക്ക് ഉണ്ടാകുമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു പക്ഷേ മറ്റാരെങ്കിലും ആയിരിക്കും അതിന് ഔട്ടായി പോകുന്നത് ഈ 5ലേക്ക് വരുമ്പോഴത്തേക്ക് എന്നിട്ട് അനുവിന് ഒരുപാട് സപ്പോർട്ടായതും ആ ഒരു പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് കയറി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത്രയും സപ്പോർട്ടായത്. നൂറ് ഇതിനകത്ത് പറയുന്നുണ്ട് ഒറ്റപ്പെടുന്നതിൻ്റെ വേദന മനസ്സിലായിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു വട്ടമെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരാൾ ശരിയായിരിക്കും. എന്നിലിപ്പോൾ പ്രശ്നം ഉണ്ടായി തന്നെ ഇരിക്കട്ടെ, ഒരു വിഷയം ഉണ്ടായി, അവർക്കൊരു പ്രശ്നമുണ്ട്, അത്രയും പേര് ഒന്നിച്ചാക്രമിക്കുമ്പോൾ ഒരാളെങ്കിലും കൂടെ നിന്നേനെ. ഇത് വിട്, ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചർച്ച ചെയ്യേണ്ട എന്നൊരു വാക്ക് പറഞ്ഞ് ആ ഒരു പ്രശ്നമാണ്. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സംസാരിക്കാമായിരുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും അവിടെയും ചെന്ന് ഇവിടെയും ചെന്ന് ഇവർ പറയുന്നുണ്ട്. ഇവർ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞില്ല. ഇവർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവർ അക്ബർ ആണേലും ഇവരെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് ഈ എപ്പിസോഡുകളെല്ലാം ഒന്ന് കാണണം. നമുക്ക് മനുഷ്യർക്ക് ഒരു പ്രശ്നമുണ്ട്, എന്നറിയോ? നമ്മൾ ഒരാളെ മോശം പറയുമ്പോഴത്തേക്ക് ആ ആളെ പറയുന്ന നമ്മൾ മറന്നുപോകും. അത് അന്നേരം പറഞ്ഞു, നമ്മുടെ ദേഷ്യത്തിന് പറഞ്ഞു, നമ്മൾ മറന്നു. പക്ഷെ കേൾക്കുന്ന ആടെ മനസ്സിൽ അതെന്നും നിലനിൽക്കും ആ ഒരു വാക്കുകൾ. അതെല്ലാ മനുഷ്യരുടെ അവസ്ഥ തന്നെയാണ്. എല്ലാവരും അതെ, നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവരെ മോശം പറയുമ്പോഴത്തേക്ക് പറഞ്ഞ് നമ്മൾ വിട്ടുപോകും. അവരെപ്പറ്റി ആ ഒരു നിമിഷങ്ങളിൽ നമ്മൾ എന്നതൊക്കെയാണ് പറഞ്ഞെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടുപോകും. പക്ഷേ അത് കേട്ട് നിൽക്കുന്ന ആടെ മനസ്സിൽ അത് കറക്റ്റായിട്ട് അവിടെ കിടക്കുക തന്നെ ചെയ്യും. കാര്യം അത് നോവുന്നത് കേട്ട് നിൽക്കുന്ന ഒരാൾക്കാണ്. അതുകൊണ്ടാണ് അത് ആ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്നത്. അപ്പോൾ ഒറ്റപ്പെടലിൻ്റെ കാര്യമൊക്കെ നൂറ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ഇത്രയും ഒറ്റപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും ഒരാളെ ഇങ്ങനെ ഇത്രയും വേദനിപ്പിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഇത്രയും വേദനിപ്പിക്കും. ഒരാൾ പൊട്ടിക്കരയുമ്പോഴത്തേക്ക് ഏതൊരു മനുഷ്യൻ്റെ മനസ്സലിയും. പക്ഷേങ്കിൽ ഇത് ഗെയിമിൻ്റെ ഭാഗമായിരിക്കാം എന്നതും ആയിക്കോട്ടെ. അതുപോലെ അക്ബർ പറയുന്നുണ്ട് ഇതിന് ഇവരുടെ നല്ലൊരു കൂട്ടല്ല. അത് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഇന്നലെ ഞാൻ രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു 2-3 ആഴ്ച മുന്നേ പറഞ്ഞിരുന്നത് കളിയുടെ ഗതി പറയാം, ടോട്ടലി പറയാം. അത്രയും വിശ്വസിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പുറത്തും പറഞ്ഞില്ല. പക്ഷേ ഞാൻ മോശമായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സുഹൃത്തുക്കൾ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ നല്ല സുഹൃത്തുക്കൾ തന്നെ ഇങ്ങനത്തെ ഈ ആദ്യം അത് മനസ്സിലായി. കേസിൽ നമ്മൾ തുടക്കം മുതൽ ഇവിടുത്തെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായിട്ടുണ്ടായി. അതുകൊണ്ടാണ് ഡേ ഫസ്റ്റ് എപ്പിസോഡ് നോക്കിയിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ ആഴ്ച തന്നെ മനസ്സിലായി. എന്നിട്ട് ഞാൻ ആ ഗ്യാപ്പ് ഈ 100 ദിവസം പറയാൻ ഗ്യാപ്പ് ഞാനും അതിനെ കൂടി സംസാരിച്ച വിഷയമുണ്ട്. നിങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് പോലും ബോറായി തുടങ്ങിയത് ആ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. നിങ്ങളുടെ നല്ല ക്വാളിറ്റി കൂടി ഇല്ലാണ്ടാകുന്ന അവസ്ഥയ്ക്ക് നിർത്തി. അക്ബർ പറയുന്നുണ്ട് ഈ അനുവിൻ്റെ ഒരിതുകൊണ്ടാണ് നൂറയോടൊക്കെ പോലും ഇവർക്ക് ഇഷ്ടക്കേടായി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട്.
വന്ന സമയം മുതൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴങ്ങോട്ട് തൊട്ട് അക്ബർ അനുവിനെ ഇതാക്കിയതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അനുവിനെ അല്ല അക്ബർ ഇതാക്കിയത്, രേണുസുതിയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ കറക്റ്റാണ്. നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാര്യം രേണുവിന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് രേണുവിനെ മാനസികമായിട്ട് തകർക്കാൻ നോക്കിയത്. അനുവിനോട് ചെയ്ത കാര്യങ്ങൾ, അനു ചെയ്തതെല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അനുവും കാണിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. വായിന്ന് മോശപ്പെട്ട വാക്കുകൾ അനുവിൻ്റെ വന്നിട്ടുണ്ട്. പക്ഷെ അതിലേറെ, അതിൻ്റെ ഇരട്ടി, ഒരു പക്ഷേ അത്രയും അനു അവൻ്റെ അടുത്ത് ഒരു ഇതാകാനുള്ള കാരണം ഈ അക്ബർ തന്നെയായിരിക്കും. അക്ബർ ഓരോ പാട്ടുകളുണ്ടാക്കുക, കുലം മുടിക്കുന്ന സ്ത്രീ എന്നൊക്കെ പറഞ്ഞ്, ഞാനൊരു കാര്യം പറയാം, ഞാനാണ് അവിടെ നിൽക്കുന്നെങ്കിൽ അവിടുന്ന് അടിയും കൊടുത്ത് ചിറങ്ങി പോരത്തുള്ളൂ. സത്യം, എനിക്ക് അത്രയൊന്നും ക്ഷമിച്ചിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മളെ വിഷമിപ്പിക്കുന്നതിന് വേദനിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത്രയും സഹിച്ച് നിന്നിട്ടും ആ പിടിച്ച് നിന്നല്ലോ എന്നുള്ളൊരു ഒറ്റ ഇതാണ് എനിക്ക് അനുവിനോടുള്ള ആ ഒരു ഇഷ്ടമെന്ന് പറയുന്നത്. അത്രയും പ്രശ്നമില്ല, അത്രയും സഹനശക്തി ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അക്ബർ പാടുന്ന ഓരോ പാട്ടും കേട്ടിട്ട് നമുക്കറിയാം അത് എങ്ങനെയാണ്. ആ നാട്യക്കാരി എന്നതൊക്കെയാണ്, ഒരു പാട്ടുകാരനാണ്, ശരിയാണ്. പക്ഷേ ഇത്രയും ഒരു മനുഷ്യൻ, അത് ഒരാൾക്ക് അതുപോലൊരു പാട്ട് തിരിച്ചൊന്ന് പാടി കേൾപ്പിക്കട്ടെ, ഇഷ്ടപ്പെടുമോ ഇല്ലോ എന്നറിയാം. കുളിക്കുകയല്ല നാറുന്നെന്ന് പറഞ്ഞപ്പോഴേ അക്ബറിന് വേദന വന്നല്ലോ. അങ്ങനെ അവളത് പറഞ്ഞത് അവൾ പറയുന്നുണ്ട്, എന്നെ ചുമ്മാ പറഞ്ഞാണ്, അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് ഒരു അക്ബർ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാ, അല്ലെങ്കിൽ ഞാൻ അന്നേരത്തെ നിൻ്റെ ഒരു നിന്നോടുള്ള ഇഷ്ടക്കേടുകൊണ്ട് ഒരു ദേഷ്യം വന്നപ്പം പറഞ്ഞു പോയതാ എന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അവൾ അനു എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അനു ക്ഷമ പറയുന്നുണ്ട്. കയ്യിൽ നിന്ന് തരും, അന്നേരം അംഗീകരിച്ചില്ലെങ്കിലും പിന്നീടാണെങ്കിലും ക്ഷമ പറയുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്തേക്കാണേലും ക്ഷമ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഗ്യാങ് ഉണ്ടാക്കിയത് ആദ്യം ആരാണ് ഗ്യാങ് ഉണ്ടാക്കിയത്? അക്ബർ, അപ്പാനി, അങ്ങനെ കുറേ ടീമുകളാണ് ആദ്യം. ബിന്നി, ഇങ്ങനെയൊക്കെ കുറച്ച് പേരെ, ശൈത്യയൊക്കെ പിന്നെ അവരുടെ അടുത്തോട്ട് വലിച്ചെടുത്തങ്ങ്. അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാക്കിയത് അക്ബറൊക്കെ തന്നെയാണ്. അക്ബറൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ച് അന്ന് ഇവരൊരിക്കൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, എല്ലാ എപ്പിസോഡും കാണുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം. ഇവരൊരിക്കൽ പറഞ്ഞായിരുന്നു, ഇവിടുന്ന് എവിറ്റായി പോകുമ്പോൾ എനിക്കൊന്ന് അപ്പാനിയാണോ അക്ബറാണോ അതിൽ ഇവരാരോ ഒരാൾ പറഞ്ഞു പോവുകയാണെങ്കിൽ അവൾക്കിട്ടൊന്നും കൊടുത്തിട്ടേ പോവുള്ളൂ. ഒരു പെണ്ണിനെ ഉപദ്രവിച്ചിട്ട് പോത്തിട്ട്, ഇതൊക്കെയാണ് ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇതെല്ലാം ഇവർ കാണിച്ചു കൂട്ടുന്ന പുറത്തുള്ള മനുഷ്യർ കാണുന്നുണ്ട്. ഇവർ ഈ കാണിച്ച കാര്യങ്ങൾ വീണ്ടും 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 കിടന്ന് ഓരോ സ്ഥലത്തൂടെയും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് നെഗറ്റീവ് കാര്യങ്ങൾ മിക്കതും പുറത്ത് വരുമ്പോഴത്തേക്ക് അത് കറങ്ങിക്കൊണ്ടിരിക്കണം. അത് ഒരാളായിരിക്കാൻ പാടത്തില്ല, അത് കാണുമ്പോഴാണ് മറ്റൊരാൾ അത് ഷെയർ ചെയ്ത് വിടുന്നത്. അല്ലാതെ പി ആർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ PR അവിടെ ഉള്ളവർ തന്നെയായിരുന്നു PR അനുവിൻ്റെ കാര്യം. അനുവിനെ ഇതുപോലെ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി ഉയർത്തി കൊണ്ടുവന്ന് വന്നത് അവിടെ ഉള്ളവർ തന്നെയാണ് ഓരോ കാര്യങ്ങൾക്കാണേലും. പിന്നെ ഇതിനകത്ത് നൂറ വിന്നറാവുന്നുള്ള, ഇനി നൂറ ഇതിനകത്ത് എവിക്റ്റ് ആകുന്നൊരു ഇതുണ്ട്. ആ എവിക്റ്റ് ആകുമ്പോഴത്തേക്കും നൂറയുടെ മുഖം കണ്ടറിയാം നൂറ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചതെന്നുള്ളത്. നൂറ എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിത് പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നൂറ ഇത് എവിക്റ്റാവും എന്നുള്ളത്. നൂറയ്ക്ക് 5-ലെത്തും, നൂറ അതിൽ നല്ല ഇതായിട്ട് വിന്നറാകുമെന്ന് വരെ നൂറയ്ക്കൊരിതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കിതിൽ ആര് വിന്നറാകുമെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാര്യം ഒരുപാട് ഇതുണ്ട്. ചിലപ്പോൾ അക്ബർ ആകാം, ചിലപ്പം അനുവാകാം, അനീഷാകാം, പിന്നെ ഷാനവാസ് ആകാം, നെവിനാകാം, ആരുമാകാം. പിന്നെ ഇച്ചിരി നമുക്കൊരിത് തോന്നുന്നത്, എൻ്റെ ഒരു ഇത് പറയുവാണ്, ഒന്നെങ്കിൽ അനീഷ് ഇല്ലെങ്കിൽ അനു, ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും വിന്നറാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അനീഷിന് ഭയങ്കര സപ്പോർട്ടുണ്ട്. നമ്മുടെ തൊപ്പി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലൈവ് ചെയ്തിട്ടുണ്ട്, അനീഷിനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. ഇതുപോലെ തന്നെ ജിൻഡോയ്ക്ക് വേണ്ടിയും സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് തൊപ്പി ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അനീഷ് വന്നാലും അത് അനീഷിന് അർഹതപ്പെട്ടത് തന്നെയാണ്. അനീഷും അത്രയും വലിയ പ്രശ്നങ്ങളുണ്ടാക്കി പറയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും അവിടെ എനിക്ക് ഇച്ചിരിയെങ്കിലും ജെനുവിനായിട്ട് തോന്നിയിട്ടുള്ളത് അനീഷിനെയാണ്. പിന്നെ ഷാനവാസും എനിക്ക് കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഷാനവാസിനൊരു തെറ്റ് പറ്റിയത് ഷാനവാസ് തിരുത്താൻ തയ്യാറായിരുന്നു അങ്ങനെ. പക്ഷേ എനിക്കതിൽ ഈ അക്ബർ മാത്രമാണ് ഈ അഹങ്കാരത്തോടു കൂടി നിൽക്കുന്നതായിട്ടുള്ളത്. അപ്പാനി, അക്ബർ, നെവിനാണെങ്കിൽ പോലും ഉണ്ടല്ലോ, നെവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയാലും നെവിനത് മനസ്സിലാവും. ആ അഹങ്കാരത്തിൽ നിന്ന് നെവിൻ തിരിച്ചിറങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത് പ്രവർത്തിക്കുന്ന ഒരാളല്ല. നെവിൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ കുത്തും, ഞാൻ പുറകിൽ നിന്ന് കുത്തും, ഞാൻ അങ്ങനെ പറയും ഇങ്ങനെ പറയുന്ന എല്ലാം പറയുന്നുണ്ട്. അല്ലാതെ ഞാനൊന്നും പറയല്ലെന്ന് പറഞ്ഞുകൊണ്ടല്ല നിൽക്കുന്നത്. നമുക്ക് നൂറ ഔട്ടാകുന്നതിൻ്റെയും കൂടെ ഒന്ന് കണ്ടു നോക്കാവേ. പ്രേക്ഷക വിധി പ്രകാരം നൂറ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഓക്കെ ബിഗ് ബോസ്. നൂറയുടെ മുഖം കണ്ടറിയാം നൂറ അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്നുള്ളത്. അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്ന ആ ഒരു തന്നെ കള്ളത്തരം എന്നുള്ള അറിയാം. പക്ഷെ ഇറങ്ങുമ്പം അവർ ഹഗ് ചെയ്യുന്നൊരിതുണ്ട്. പക്ഷെ നൂറ അനുവിനെ ഹഗ് ചെയ്യാതെ കൈ കൊടുത്ത് പോകാനായിരുന്നു നോക്കിയത്. പക്ഷേ എങ്കിൽ അതിൽ അനു ശരിക്കും ഹഗ് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ നൂറ ഹഗ് ചെയ്ത് വെച്ച് പറഞ്ഞു നമുക്ക് പുറത്ത് വെച്ച് കാണാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും മേക്കപ്പൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഫേഷ്യലി ചെയ്യുക ഇത്രയും നാൾ അതിനകത്ത്
ഇതിനകത്ത് കിടന്ന് വെയിലും കൊണ്ട് കിടന്ന് ചാടി മറിഞ്ഞ് കിടന്നല്ലേ. അപ്പോൾ ഈ ഇവർക്ക് ഇത്രയും പേരുടെ മുഖം എല്ലാം ഒന്ന് ഫേഷ്യലി ചെയ്യുകയും അങ്ങനെ കുറേ കാര്യം ഇവർ പ്രതീക്ഷിക്കാതുള്ള അനുവിൻ്റെ ഒക്കെ നോട്ടം കാണുമ്പോൾ നമുക്കറിയാം ഇത് പെട്ടെന്ന്. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം തോന്നുന്നതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല. ഇതിനകത്ത് വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ ഓപ്പണായിട്ട് കാണിക്കുന്നത്, ഇവരെ സെറ്റാക്കുന്നതൊക്കെ കാണിക്കുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അത് നേരത്തെ കാണിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഇതുവരെയും കണ്ടായിട്ട് അങ്ങനെ ഓർക്കുന്നില്ല. ഞാൻ വിട്ടുപോയതാണ് എപ്പിസോഡൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം, എല്ലാവരെയും ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് സെറ്റ് ആകുന്നുണ്ട്. അപ്പം നൂറയുടെ ഒക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അണയാൻ പോകുന്ന തീ ആളിക്കത്തുക എന്ന് പറയും. അതിൻ്റെ ഒരു ആളല്ലായിരുന്നു രണ്ടുപേരും കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ശൈത്യയൊക്കെ ഇവരെ ഔട്ടാക്കാൻ വേണ്ടി കയറി വന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം അതുപോലെ അവരെ കൂട്ടുപിടിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി. അപ്പം അക്ബർ ഇപ്പോഴും ആ ഒരു രീതി തന്നെ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. അനു അക്ബറിനെ പറ്റി ഇങ്ങനെ കാണിച്ചു. പക്ഷേ ഞാനിതുവരെ ഒരു വീഡിയോയിലൂടെ ഇവർ ഒരുപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ലൈവിലൂടെ കാണിക്കുന്നുണ്ട്, അല്ലാതെ എപ്പിസോഡുകളിലൂടെ കാണിക്കുന്നുണ്ട്. ഇനി കാണിക്കാതെ ഇരിക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. അനു ഇങ്ങനെ ഈ നമ്പർ മാറുന്നതിൻ്റെ കാര്യം. പക്ഷേ എല്ലാവരും അങ്ങനെ നമ്പർ കൊടുക്കുമെന്നും കേട്ടിട്ടുണ്ട് കേട്ടോ. മിക്കവരും ഇതിന് മുന്നത്തെ മത്സരത്തിലാണ് നമ്മുടെ 5-ാമത്തെ ആണെങ്കിലും 4-ാമത്തെ ഒക്കെ അതിനകത്ത് കണ്ട് ഓരോരുത്തർ പോകുമ്പോഴത്തേക്കും നമ്പർ കൊടുത്തു വിടുന്നത് കണ്ടിട്ടുണ്ട്. വിളിക്കണം വീട്ടിലോട്ട് എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു വിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതുപോലെ ആയിരിക്കും ഇതും ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. ആരെങ്കിലും ഒരാൾ ഔട്ടായി പോകുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ ബിഗ് ബോസിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇന്നുകൊണ്ട് ഇതിനകത്ത് ഉള്ള 5 പേരും നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് കാണാവേ. 7 മണിയുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടക്കം മുതൽ ഈ നിമിഷം വരെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ 24 മണിക്കൂർ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട്. ഓരോ ദിവസവും അത് കൂടിക്കൊണ്ടേയിരുന്നു. ടെലിവിഷനിലെ 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്താനാവാത്ത നിങ്ങളുടെ കളിച്ചിരി തമാശകളും ഇണക്കങ്ങളും പിണക്കങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് 24 മണിക്കൂറും പ്രേക്ഷകർ കണ്ടത്. അതിൽ പലതും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറുകയും ചെയ്തു. അത്തരത്തിൽ പ്രേക്ഷകർക്കായി ഒരു മികച്ച കാഴ്ച വിരുന്നൊരുക്കാൻ സാധിച്ചതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഇനി ഫിനാലെ മാത്രം ബാക്കി. ഇത്രയും നാൾ 24 മണിക്കൂറും നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ജിയോ ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗ് ഇതോടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും 1000 നന്ദി. എല്ലാവർക്കും വിജയാശംസകൾ. ഇതിലെനിക്ക് ഏറ്റവും കൂടുതലൊരു ഇതായിട്ട് തോന്നിയത് അക്ബറാണ് കേട്ടോ. അക്ബറിനെ ഒരുമാതിരി കാട് വെട്ടി തെളിച്ചത് നീറ്റാക്കിയ മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. അക്ബർ വെറും കൂറ ലുക്കിലായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അക്ബറിന് മാത്രം ഫേസിനൊരു ഭയങ്കര ചേഞ്ച് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ? എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് തോന്നി കേട്ടോ. എന്നെ ഒത്തിരി മാറ്റം വന്ന പോലെ തോന്നി. അതുവഴി നടന്നൊരു അക്ബറെ നമുക്ക് മനസ്സിലുണ്ട്. ആ ഒരു രൂപത്തിൽ നിന്ന് ഒരുപാട് ചേഞ്ച് വന്ന പോലെ തോന്നി കേട്ടോ. ബാക്കി എല്ലാവരും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ വലിയ വ്യത്യാസമൊന്നും അറിയിച്ചില്ല, കളറൊക്കെ കൂടി അങ്ങനെയൊക്കെ തോന്നുകയുള്ളൂ. പക്ഷേ അക്ബറിൻ്റെ മാറ്റമാണ് ഭയങ്കരമായിട്ട് വന്നു കേട്ടോ. നല്ല രസമായിട്ട് കാണാനായിട്ട്, മറ്റേതിനേക്കാളും ഒരിച്ചിരി അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഇന്നുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് ഒക്കെ അവസാനിക്കുവാണ്. ഇന്ന് ഫൈനലാണ്. വോട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എല്ലാവരും ആർക്ക് വേണം നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നത് ഞാൻ അനുവിനാണ് ചെയ്യുന്നത്. അതാ ഇന്നലത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് അതുപോലൊരു വിഷമം ഉണ്ടായി, അത്രയ്ക്ക് അങ്ങോട്ട് ഫീലായിപ്പോയി. കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങോട്ട് രാത്രി കിടന്നിട്ട് ഉറക്കം പോലും അങ്ങോട്ട് ആ അനുവിൻ്റെ കരച്ചിലങ്ങ് കണ്ണി നിൽക്കുന്ന പോലെ തോന്നി. അതുപോലെ ഫീലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ കോട്ട് കൊടുക്കാം. എല്ലാവരും ഇതിൽ ആരാണ് വിജയിക്കേണ്ടത് വെച്ചാൽ, പിന്നെ വെച്ചാൽ അനുവിനോട് എനിക്കൊരു ഇഷ്ടം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അനുവിനോട് ഇപ്പോഴും എനിക്കൊരു ഇഷ്ടമുണ്ട്. ഞാനിട്ട വീഡിയോ വന്ന് കമൻറ്റൊക്കെ പറയുന്നത് അനു കാണിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ഭാഗത്തും തെറ്റുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തെറ്റുണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ളത് അക്ബറിൻ്റെ ഭാഗത്തു നിന്നാണ്. അക്ബറും അപ്പാനി ഇവർ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത്. പിന്നെ ഈ ആദില ഭയങ്കരമായിട്ടും കിടന്ന് വായി വരുന്ന എല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അതിന് സ്ക്രൂ വെച്ച് കൊടുക്കുന്നത് നൂറയാണ് കേട്ടോ. നൂറ ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കും. അത് കേൾക്കുമ്പോൾ അതിൽ ശരിയാണല്ലോ അങ്ങനെയാണല്ലോ, അത് പിന്നെ പുള്ളിക്കാരി വന്നിട്ട് പബ്ലിക്കിലേക്ക് അങ്ങ് എടുത്ത് വിളമ്പുന്നു. അതാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. രണ്ടും കണക്കാണ്. അപ്പം ഇതുപോലൊരു മത്സരാർത്ഥികൾ വന്ന ഇത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഇതുപോലെ ഒരാളെ മാത്രമായിട്ടിട്ട് ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്കാന്ന് വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ആരാണേലും വിജയിക്കട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. നാളത്തെ വിന്നറുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ആരാവുന്നുള്ളതെന്ന് വൈകിട്ട് അറിയാൻ പറ്റും. നമുക്കതൊക്കെ അറിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ കാണാം കേട്ടോ. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.